ഹായ് ആരോ ക്രിയേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക, ലൈക്ക് ചെയ്തിട്ട് കാണുക, ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു ഓപ്പൺ ആയിട്ടുള്ളൊരു ചുരിദാർ കട്ട് ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് സ്റ്റിച്ച് ചെയ്യുന്നതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് നെക്കിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കുക. നല്ല തുണിയുടെ നല്ല വശം മുകളിലോട്ട് വരുന്ന രീതിയിൽ വെക്കുക. അതിനുശേഷം ലൈനിങ്ങിൻ്റെ നല്ല വശം ഉള്ളിലോട്ട് വരുന്ന രീതിയിൽ വെച്ചിട്ട് നമുക്ക് നെക്കിൻ്റെ ഭാഗം 1/4 ഇഞ്ചിലോ 1/2 ഇഞ്ചിലോ ഇതുപോലെ റൗണ്ടിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ പ്രഷർ ഫുട്ടിൻ്റെ അളവിനകത്താണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റം വരുന്ന ഭാഗത്തേക്ക് ഞാൻ റൗണ്ടിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രണ്ട് പാർട്ടിലാണ് നെക്ക് ഇപ്പോൾ ഞാനിവിടെ ചെയ്യണേ കേട്ടോ. ബാക്ക് പാർട്ടിൽ നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യാം. ആദ്യം നമുക്ക് ഫ്രണ്ട് പാർട്ടിൽ ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ ആ സ്റ്റിച്ച് ചെയ്ത ആ നൂലുമ്മ തട്ടാണ്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആ റൗണ്ട് വരുന്ന ആ ഭാഗങ്ങളിലൊക്കെ കറക്റ്റായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഒന്ന് മറച്ചിട്ട് കൊടുക്കാം കേട്ടോ. മറിച്ചിട്ടിട്ട് അതിൻ്റെ അറ്റത്തുകൂടി ഒന്ന് പ്രസ്സിങ് സ്റ്റിച്ചും കൂടി കൊടുക്കാം. അപ്പോൾ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് പ്രഷർ ഫുട്ടിൻ്റെ അളവിനകത്ത് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ആദ്യത്തെ ടീത്തിൻ്റെ അതേ അളവിലാണ് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഒരു ഭാഗത്ത് നിന്ന് റൗണ്ടിൽ കറക്റ്റായിട്ട് നമ്മൾ അപ്പുറത്തെ ഭാഗത്തേക്ക് ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ. പ്രസ്സിങ് സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ബാക്ക് പാർട്ടും നെക്കും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ബാക്ക് പാർട്ടും നെക്കിൻ്റെ ഭാഗം ചെയ്യുമ്പോൾ നമ്മൾ ഇതുപോലെ പ്രസ്സിങ് സ്റ്റിച്ച് കൊടുക്കണില്ല. നല്ല തുണിയുടെ നല്ല വശം മുകളിൽ വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. അതിന് മുകളിൽ ലൈനിങ് വെച്ചിട്ട് നമ്മൾ ആദ്യം ചെയ്ത പോലെ ഒരു 1/4 ഇഞ്ചിലോ 1/2 ഇഞ്ചിലോ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിന് ശേഷം മറച്ചിട്ട് മാത്രം കൊടുക്കണുള്ളൂ കേട്ടോ. ഫ്രണ്ട് ഭാഗത്ത് നമ്മൾ ഇതുപോലെ ചെയ്തു. ബാക്ക് പാർട്ട് പ്രസ്സിങ് സ്റ്റിച്ച് കൊടുക്കാതെ മറച്ചിട്ടിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാം കേട്ടോ. ഷോൾഡർ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല വശങ്ങൾ ഉള്ളിലോട്ട് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആ പ്രസ്സിങ് സ്റ്റിച്ച് കൊടുക്കാത്തത് ഇതുപോലെ ഒന്ന് നിവർത്തി പിടിക്കുക. എന്നിട്ട് ഒരു സ്റ്റിച്ചിങ് കൊടുക്കുക കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. അതല്ലെങ്കിൽ നമുക്കത് മുകളിലോട്ട് മാറ്റിയിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നല്ല വശം ചേർത്ത് വെച്ചിട്ട് ബാക്ക് പാർട്ടിൻ്റെ പ്രസ്സിങ് സ്റ്റിച്ച് കൊടുക്കാത്തത് മുകളിലോട്ട് വരുന്ന രീതിയിൽ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് കിട്ടുക. കറക്റ്റായിട്ട് കിട്ടും. രണ്ട് വശങ്ങൾ അതുപോലെ ചെയ്തതിന് ശേഷം നമുക്ക് നല്ല ഭാഗത്ത് ഒരു പ്രസ്സിങ് സ്റ്റിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഷോൾഡർ ഭാഗത്ത് നിന്ന് തുടങ്ങിയിട്ട് ഒരേ പ്രസ്സിങ് സ്റ്റിച്ച് കൊടുക്കുകയാണ്. ബാക്ക് നെക്കിലേക്ക് പ്രസ്സിങ് സ്റ്റിച്ച് കൊടുക്കുക. അപ്പുറത്തെ ഷോൾഡറിൻ്റെ ഭാഗത്തും പ്രസ്സിങ് സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഫേസിങ് വേണമെങ്കിൽ കൊടുക്കുക, അല്ലെങ്കിൽ ക്രോസ് പീസ് കൊടുക്കുക. അതല്ല ക്യാൻവാസൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ വെറുതെ ഇതുപോലെ സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുകയാണ്. അതേ ആ ഒരു ഭാഗവും നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. രണ്ട് ഷോൾഡർ ഭാഗം അതുപോലെ തന്നെ പ്രസ്സിങ് സ്റ്റിച്ച് കൊടുത്തിട്ട് കംപ്ലീറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് അടുത്തത് ചെയ്യേണ്ടത് സ്ലീവ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് സ്ലീവ് എങ്ങനെ വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് സ്ലീവ് ലൈനിങ് ഉള്ളത് കൊണ്ട് രണ്ടും കൂടി ഒരുമിച്ച് വെച്ചിട്ട് മറച്ചിട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ട ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ആദ്യം അടിഭാഗത്ത് 1/2 ഇഞ്ചിൽ ആദ്യം മടക്കുക, വീണ്ടും ഒരു 1/2 ഇഞ്ചിൽ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. നല്ല തുണി മുകളിലോട്ട് വരുന്ന രീതിയിൽ വെക്കുക. അതിൻ്റെ മുകളിൽ ലൈനിങ്ങിൻ്റെ തുണിയും വെച്ചിട്ട് ഒരു 1/2 ഇഞ്ചിൽ നമുക്ക് ഇതുപോലെ ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റത്തേക്ക് സ്റ്റിച്ച് ചെയ്തിട്ടൊന്ന് മറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാം. ഞാൻ ഇതുപോലെയുണ്ട് സ്റ്റിച്ച് ചെയ്യണേ കേട്ടോ. എന്നിട്ട് ഞാനൊരു പ്രസ്സിങ് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് അറ്റത്തുകൂടി. അപ്പോൾ ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പുറത്തെ സ്ലീവും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്യണം. അപ്പോൾ ഷോൾഡർ ഭാഗത്ത് നമുക്ക് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ സ്ലീവിന് നമ്മളൊരു നോച്ചസ് ഇട്ടിട്ടുണ്ടായിരുന്നു സെൻറ്റർ ഭാഗത്ത്. അപ്പോൾ ഷോൾഡർ ഭാഗത്ത് ആ സ്ലീവിൻ്റെ നോച്ചസ് ഇട്ട ഭാഗം വരുന്ന രീതിയിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്രണ്ട് ആം ഹോളിൻ്റെ അവിടെ കുഴിച്ചു വെട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ സ്ലീവിന് ഫ്രണ്ട് ഭാഗത്തേക്കുള്ളത് കുഴിച്ചു വെട്ടിയിട്ടുണ്ടായിരുന്നു. അത് രണ്ടും കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ വെച്ച് കൊടുത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഷോൾഡറിൽ നിന്ന് സെൻറ്റർ ഭാഗമാണ് വന്നത്. അവിടെ നിന്ന് ഒരറ്റത്തേക്ക് സ്റ്റിച്ച് ചെയ്യുക. ആ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ ഞാൻ 2 സ്ലീവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് സൈഡ് ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ സൈഡ് നമ്മൾ 1.5 ഇഞ്ച് അലവൻസാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആ 1.5 ഇഞ്ച് അലവൻസ് കറക്റ്റായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ലീവ് ജോയിൻ ചെയ്ത ആ 2 ഭാഗങ്ങളും കറക്റ്റ് ആ ലെവലിൽ തന്നെ വരണം. എന്നിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അതേ വേസ്റ്റിൻ്റെ ഭാഗം ഇപ്പോൾ ഒന്ന് കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ലൈനിങ്ങിൻ്റെ താഴെ ഭാഗം അടിവശം മടക്കി അടിക്കുകയാണ്. അപ്പോൾ ആദ്യം ഒരു 1/2 ഇഞ്ചിൽ മടക്കി വീണ്ടും ഒരു 1/2 ഇഞ്ചിൽ മടക്കിയിട്ട് ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റത്തേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ ഒരു വശത്ത്. അതുപോലെ തന്നെ അപ്പുറത്തെ ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ
ഓപ്പൺ കൊടുക്കാൻ പോവേണ്ട. ഓപ്പൺ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് അടിയിൽ നിന്ന് ഒരു 1/2 ഇഞ്ചിൽ ആദ്യം മടക്കുക, വീണ്ടും ഒരു 1/2 ഇഞ്ചിൽ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് ആ ഒരു കോർണർ ഭാഗമായിട്ട് നമ്മൾ വേസ്റ്റിൻ്റെ അവിടെ വന്നില്ലേ അവിടെയും വരെയായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് അവിടെ നമ്മളൊരു സ്ക്വയർ പോലെ ആക്കിയെടുക്കേണ്ട ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം മുതൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ആദ്യം ഒരു 1/2 ഇഞ്ചിൽ മടക്കുക, വീണ്ടും ഒരു 1/2 ഇഞ്ചിൽ മടക്കിയിട്ട് അറ്റത്തുകൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് ആ ലൈനിങ്ങും അതിൻ്റെ ഉള്ളിൽ മടക്കി കിട്ടുന്ന രീതിയിൽ വേണം വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. നമ്മൾ 1.5 ഇഞ്ചാണ് ബോട്ടത്തിൻ്റെ ഭാഗത്തേക്ക് കട്ട് ചെയ്തപ്പോൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ. ഒരുപാട് ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ആ ഒരു വേസ്റ്റിൻ്റെ ഭാഗം എത്തുമ്പോൾ ഒരു 1/2 ഇഞ്ച് മുകളിലോട്ട് കയറ്റിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ സൂചി ഒന്ന് താഴ്ത്തി നിർത്തിയിട്ട് പ്രഷർ ഫുട്ട് പൊന്തിച്ചിട്ട് കറക്റ്റായിട്ടൊരു സ്ക്വയർ പോലെ തന്നെ അപ്പുറത്തെ ഭാഗത്തേക്ക് ആക്കി എടുത്തിട്ട് ആ ഒരു ഭാഗം അതുപോലെ തന്നെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അതേ കറക്റ്റ് ഞാൻ വീഡിയോനകത്ത് കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് കറക്റ്റ് ഒരു സ്ക്വയർ പോലെ തന്നെ ഫ്രണ്ട് ഭാഗത്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇപ്പുറത്തെ ഭാഗത്തേക്ക് ആകുമ്പോൾ ഈ ഒരു അറ്റത്തൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടാവും. അപ്പോൾ നമ്മൾ സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ഈ ഒരു ഭാഗം കിട്ടണം, എന്നാലാണ് നമുക്ക് നല്ല ഭംഗി ഉണ്ടാവുള്ളൂ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതേ ഈ ഒരു അടിഭാഗം വരെ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ നമുക്ക് കറക്റ്റ് ഒരു സ്ക്വയർ പോലെ കിട്ടണം കേട്ടോ. അപ്പോൾ അധികം നമുക്കിനി അതിൻ്റെ ആ ചുളിവുകളൊക്കെ ഒന്ന് കറക്റ്റായിട്ട് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ സൈഡിൽ കൂടെ നല്ല വശത്തോടെ ഇതുപോലെ ഒന്ന് അറ്റത്തോടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു കോർണർ ഭാഗത്ത് എത്തുമ്പോൾ നമ്മൾ ആ വയറിൻ്റെ ഭാഗത്തേക്ക് കയറ്റിയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ആദ്യം ചെയ്തതുപോലെ തന്നെ പ്രഷർ ഫുട്ട് പൊന്തിച്ചതിന് ശേഷം അപ്പുറത്തെ ഭാഗത്തും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. നമ്മളിതുപോലെ 2 സ്ലിറ്റിൻ്റെ ഭാഗവും ചെയ്തെടുക്കാം കേട്ടോ. 2 ഭാഗവും നമ്മൾ ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ചെയ്യേണ്ടത് താഴെ ഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്യണ്ട. അപ്പോൾ ആദ്യം ഒരു 1/2 ഇഞ്ചിൽ മടക്കുക, വീണ്ടും ഒരു 1/2 ഇഞ്ചിൽ മടക്കിയിട്ട് ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റത്തേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. 2 ഭാഗത്ത് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. അതിന് ശേഷം അതിൻ്റെ അറ്റത്തൂടെ ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കാം. സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മറച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ദേ ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് അറിയാത്തവർക്ക് പോലും ഒരു ഓപ്പൺ ആയിട്ടുള്ള ടോപ്പ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാമെന്നുള്ളൂ കേട്ടോ. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.